ഈ പ്രദേശത്ത് അപകടം പതിവാണ് എന്നതാണ് അവിടുത്തുകാർ പറയുന്നത്. ഇതിനെതിരെ പലതവണ പരാതി നൽകിയെങ്കിലും അധികൃതരുടെ ഇടപെടൽ ഉണ്ടായില്ല എന്ന ആരോപണമാണ് ഉയരുന്നത്. അവിടെ സ്ഥലത്തെത്തിയ VSO MLA-യും അതുതന്നെയാണ് പറഞ്ഞത്. നമുക്ക് സോണൽ കൃഷ്ണ സ്ഥലത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ഞാനുള്ളത് കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ദേശീയ പാതയിലാണ്. സമയം 10:50 സമയത്താണ് ഡിഫൻഡർ എന്ന് പറയുന്ന കോഴിക്കോട് തൃശ്ശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ കാണുന്ന ദിശയിലൂടെ പോയി ആ ഡിവൈഡറിൽ ഇടിക്കുന്നത്. നിയന്ത്രണം വിട്ട് വന്ന ബസ് പിന്നീട് ഇടിക്കുന്നത് ഈ ഡിവൈഡറിലാണ്. ഈ ഡിവൈഡറിലെ ബസ്സിന്റെ നടുഭാഗം മറഞ്ഞു വരുന്നത് നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ആ നടുഭാഗം ഇവിടെ ഇടിച്ച് ഏകദേശം ഒരു 50 മീറ്ററോളം ദൂരം ആ ബസ് നീങ്ങി പോകുന്നത് നമ്മൾ ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടതാണ്. അതിനുശേഷം ബസ്സിന്റെ 2 തലഭാഗത്തും, അതായത് പുറകിലെ ഭാഗത്തും മുൻപിലെ ഭാഗത്തുമുള്ള യാത്രക്കാരിൽ ഏകദേശം 5ഓളം വരുന്ന ആളുകൾ പുറത്തിറങ്ങി വരുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. അങ്ങനെ പുറത്തിറങ്ങിയ ആൾക്കാരെ കൂടാതെ ആ സമയത്ത് ഈ വഴിയിലൂടെ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരും ഈ പരിസര പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏകദേശം 34ഓളം പേര് ആ ബസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന ആ കണക്ക്. കോട്ടക്കൽ മിംസ് ആശുപത്രിയിലും അൽമാസിലുമായിട്ടാണ് ഗുരുതരമായി പരിക്കേറ്റ ആളുകളൊക്കെ തന്നെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ 3 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു വിവരം. ബാക്കിയുള്ളവരുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പ്രദേശത്തിന്റെ ഘടന, അതായത് റോഡ് നിർമ്മാണത്തിലുള്ള ഘടന തെറ്റാണ് എന്നുള്ള കാര്യം കൂടി ഈ പ്രദേശത്തെ ആളുകൾ ആരോപിക്കുന്നുണ്ട്. അന്ന് ആദ്യ 4 അപകടം കഴിഞ്ഞപ്പോഴേക്കും ഇതുമായി ബന്ധപ്പെട്ട് അധികാരികൾക്കെല്ലാം പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതിയൊന്നും കണക്കിലെടുത്തിരുന്നില്ല. അന്നത് കണക്കിലെടുത്ത് കൃത്യമായി പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുകയായിരുന്നെങ്കിൽ ഒരു പരിധിവരെ അപകടങ്ങൾ മാറ്റി നിർത്താൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു ആരോപണം കൂടി ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ നല്ല ഇറക്കാണ്, അതുകൂടാതെ വളവാണ്. ഇപ്പോൾ ബസ് വന്ന സമയത്ത് ഓവർടേക്ക് ചെയ്യാൻ, വേറൊരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നിന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നാഷണൽ ഹൈവേയിൽ ഒരു നിർമ്മാണത്തിൽ ഒരു അശാസ്ത്രീയത ഇവിടെ ഉണ്ട്. നല്ല സ്പീഡാണ് ബസ്സിന്. പിന്നെ മഴ പെയ്തിരുന്നു, അപ്പോൾ മഴ നിന്ന ടൈമായിരുന്നു. അപ്പോൾ ആ കോട കയറിയ ടൈമിൽ ഗ്ലാസ് കൂടെ കാണില്ല എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ നല്ല സ്പീഡായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏകദേശം ഇവിടെ നിന്ന് 100 മീറ്റർ അപ്പുറത്ത് വെച്ചാണ് ആ ബസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതും ആ ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ചെരിഞ്ഞ് ഈ ഡിവൈഡറിൽ ഇടിക്കാൻ വേണ്ടി വരുന്നതും. അതോടൊപ്പം പറഞ്ഞു വെക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ കാണുന്ന സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡിൽ നിന്ന് ഈ പ്രധാന പാതയിലേക്ക്, ദേശീയ പാതയിലേക്ക് വരുന്ന വാഹനങ്ങൾ അത്ര വിസിബിൾ അല്ല എന്നുള്ളതാണ്. അതവിടെ ഒരു പാലമുള്ള കാരണമാണ്. ഈ കാരണത്താൽ ഒരുപാട് അപകടം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതും ഈ പരിസര പ്രദേശത്തെ ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയം കൂടി ഗൗരവത്തിൽ കാണണമെന്നുള്ളതാണ് നാട്ടുകാരുടെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം.